ഹലോ, ഇന്ന് നമുക്കൊരു ചിക്കൻ സാലഡ് ഉണ്ടാക്കിയാലോ? നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണ് കേട്ടോ. നമുക്ക് ഡിന്നറിനൊക്കെ ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സാലഡ് മതിയിട്ടൊക്കെ ഒരുപാട് പച്ചക്കറികളും ചിക്കനൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് മുളക് പൊടി, ഉപ്പ്, കുരുമുളക്, ഒലിവ് ഓയിൽ, വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാൻ ഇവിടെ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് ബട്ടർ ഇട്ടിട്ട് നന്നായിട്ട് അത് പൊരിച്ചെടുക്കാം. ഒരുപാട് ഓയിലൊന്നും ഇട്ടിട്ടല്ല കേട്ടോ, ജസ്റ്റ് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് ഹെൽത്തി മയോണീസ് തയ്യാറാക്കാം. അതിനായിട്ട് 2 എഗ് വൈറ്റ്, 2 ഉണക്കമുളക്, കുറച്ച് ഉപ്പ്, കുറച്ച് പാല്, 2 വലിയ വെളുത്തുള്ളി, കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്താൽ നമ്മുടെ ഹെൽത്തി മയോണീസ് ഇവിടെ റെഡിയായി. സാലഡിലേക്കുള്ള സോസിന് വേണ്ടിയിട്ടോ മയോണീസ് തയ്യാറാക്കിയത്. അപ്പോൾ നമുക്ക് സോസ് തയ്യാറാക്കിയെടുക്കാം. ഒരു പാത്രം വെച്ചിട്ട് 4 ടേബിൾ സ്പൂൺ മയോണീസ്, 2 ടേബിൾ സ്പൂൺ യോഗേർട്ട്, കുറച്ച് ലെമൺ, പെപ്പർ, സാൾട്ടും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ സാലഡിലേക്കുള്ള സോസ് റെഡിയായി. നമുക്ക് സാലഡ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്താലോ. അതിനായിട്ട് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ചെറുതായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ മുറിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് അത് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി എടുക്കുന്നത് ബീൻസ്, ബോയിൽ കോൺ, ഗ്രീൻ ആപ്പിൾ, ഒനിയൻ, സെലറി ലീവ്സ്. നമ്മൾ ഗ്രീൻ ആപ്പിൾ എടുക്കുന്നൊരു മധുരത്തിന് വേണ്ടിയിട്ടാട്ടോ. ഗ്രീൻ ആപ്പിൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോമഗ്രാനേറ്റോ വേറെ എന്തെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഇടുന്നത് ക്യാരറ്റ്, കുക്കുമ്പർ, ലെറ്റൂസ്, പാസൽ ലീവ്സാണ്. എല്ലാം നന്നായിട്ട് ചെറുതായിട്ട് മുറിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സാലഡ് അടിപൊളിയായിട്ട് വരുള്ളൂ. നിങ്ങൾക്ക് ഇത്രയും പച്ചക്കറി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മുടെ അടുത്തുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിട്ടാൽ മതി. ഇനി നമുക്ക് നമ്മുടെ സോസും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്കാക്കി നമുക്ക് കഴിക്കാം. നമുക്ക് ഡിന്നറിന് കഴിക്കാൻ പറ്റിയ അടിപൊളി ഓപ്ഷനായിട്ട് നമുക്ക് ഒരുപാട് പച്ചക്കറി നമ്മൾ വയറ്റിലെത്തും. ചിക്കനും എല്ലാം കൂടി നല്ല അടിപൊളി ഫുൾഫില്ലിംഗ് ആയിട്ടൊരു മീലായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.